മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരണം 14ആയി. ഇന്ന് മരിച്ചത് പട്ടാമ്പി മുതുതല സ്വദേശി പ്രവീൺ. 4 പേരുടെ നില ഗുരുതരം. തിരിച്ചറിഞ്ഞ 8 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. 4 പേരെ കാണാനില്ലെന്ന് ബന്ധുക്കൾ. പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാലയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ. വെടിക്കെട്ടൊഴിവാക്കി തൃശൂർ പൂരം നടത്തണമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. അന്തിമ തീരുമാനം നാളത്തെ യോഗത്തിൽ. മുണ്ടത്തിക്കോട് സ്ഫോടനം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ അന്വേഷിക്കും. സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. മരിച്ചവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ വീതം ധനസഹായം. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ നൽകാനും മന്ത്രിസഭായോഗ തീരുമാനം. ദുരന്തം ചൂട് കാരണമല്ലെന്ന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ. കരിമരുന്ന് പ്രകടനം നിരോധിക്കണമെന്ന IMA. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലെ 152 മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ്. പ്രശ്നബാധിത ബൂത്തുകളിൽ കനത്ത സുരക്ഷ. ബംഗാളിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 21-ന്. മോദിക്കെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. 24 മണിക്കൂറിനകം വിശദീകരണം നൽകണം. ഹോർമുസ് കടലിടുക്കിൽ 3 കപ്പലുകൾ ആക്രമിച്ച് ഇറാൻ. 2 വെസൽസ് പിടിച്ചെടുത്തുവെന്ന് IRGC. ഇറാന്റെ ആക്രമണം വെടിനിർത്തൽ സമയപരിധി അമേരിക്ക നീട്ടിയതിനു പിന്നാലെ നടപടി. ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകാനെന്നും ഇറാനെതിരായ നാവിക ഉപരോധം തുടരുമെന്നും ഡൊണാൾഡ് ട്രംപ്. US ഇറാൻ 2ാം ഘട്ട സമാധാന ചർച്ചകളിൽ അനിശ്ചിതത്വം. ഭീകരതയ്ക്ക് മുന്നിൽ ഇന്ത്യ തലകുനിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുഃഖത്തിലും ഐക്യത്തോടെ രാജ്യം നിലകൊണ്ടുവെന്നും ജീവൻ നഷ്ടപ്പെട്ടവരെ ഒരിക്കലും മറക്കില്ലെന്നും പഹൽഗാം ഭീകരാക്രമണ വാർഷികത്തിൽ പ്രധാനമന്ത്രി. ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച്. സാമൂഹ്യ പരിഷ്കരണത്തിന്റെ പേരിൽ ഇടപെടാനാകില്ലെന്നും സാഹചര്യങ്ങൾ പരിഗണിച്ചേ തീരുമാനിക്കാനാകൂ എന്നും കോടതി. വെന്തുരുകി കേരളം. പാലക്കാട് ഇന്ന് രേഖപ്പെടുത്തിയത് 41.1 ഡിഗ്രി സെൽഷ്യസ്. പുനലൂരിൽ 39.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് മാവൂരിൽ യുവാവിന് സൂര്യാഘാതമേറ്റു. IPL-ൽ രാജസ്ഥാനെതിരെ ലക്നൌവിന് 160 റൺസ് വിജയലക്ഷ്യം. ലക്നൌ 3-ന് 22 റൺസ് എന്ന നിലയിൽ. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ വീഴ്ചയില്ലെന്ന് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനോട് കേരള പോലീസ്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് മധ്യപ്രദേശ് പോലീസ്. കൃത്യമായ രേഖകൾ ലഭിച്ചാൽ നടപടിയെടുക്കാമെന്ന് കേരള പോലീസ്. ഹിയറിംഗ് പൂർത്തിയായി. ഫർമാനെതിരെ പോക്സോ കേസെടുക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചതായി പരാതിക്കാരൻ പ്രഥം ദുബെ. സ്റ്റോറി ഓഫ് ദി ഡേ. വഴിയോരത്ത് വർണ്ണക്കാഴ്ചയായി പൊന്നുണ്ണിയുടെ പൂന്തോട്ടം.